ഗൈസ് നമുക്ക് ബിസ്ക്കറ്റ് ഇച്ചിരി പുട്ടി ഉണ്ടാക്കില്ല. അപ്പോൾ നമ്മൾ ആറാമത്തെ ബിസ്ക്കറ്റ് എടുത്തില്ല അത് നന്നായിട്ട് പൗഡർ ആക്കി എടുക്കുക. പിന്നെ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് പൗഡറിൻ്റെ മിക്സിയിൽ കുഴച്ച് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതേണ്ട ഇതുപോലെ സെറ്റാക്കിയിട്ട് അപ്പോൾ ഒന്ന് സെറ്റാകുന്ന സമയം കൊണ്ട് നമുക്ക് പാലും തിളപ്പിച്ചിട്ട് അതിലേക്ക് ഒരു ഹാഫ് ലെമൺ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ പനീർ റെഡിയാവും. അപ്പോൾ ആ പനീർ വെച്ചിട്ടാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ലാണെങ്കിൽ ഡയറക്റ്റ് പനീർ എടുക്കാം കേട്ടോ. ഇതൊക്കെ നമുക്ക് ഐസ്ക്രീം ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കാം, കണ്ടൻസ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കാം. നമ്മളെടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഒഴിക്കണില്ല. ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഇതിൻ്റെ സെക്കൻഡ് ലെയറായിട്ട് നമുക്കിത് കൊടുക്കാം. അപ്പോൾ ഫ്രഷ് ക്രീം ഒക്കെ ഉണ്ടെങ്കിൽ സംഭവം ഒരു ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കും ഉണ്ടാവുക. അതാകുമ്പോൾ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു. ഇത് നമുക്കൊന്ന് സെക്കൻഡ് ലെയറായിട്ട് കൊടുത്തിട്ട് അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെക്കാം. അപ്പോൾ സെറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് തേർഡ് ലെയർ നോക്കാം. അതിനായിട്ട് ഞാൻ ചോക്ലേറ്റ് ലെയറിൽ എടുത്തിട്ടുള്ളത് ഇന്ത്യൻ ചോക്ലേറ്റ് ആണെങ്കിലും എടുക്കാം. ചില ആകുമ്പോൾ ഒന്നുകൂടി രസമായിരിക്കും. അപ്പോൾ തേർഡ് ലെയറായിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നട്ട്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ കുറച്ച് കാഷ്യൂസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിന് മേലെ കുറച്ച് ബിസ്ക്കറ്റ് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണ്ടത്തർക്ക് സ്കിപ്പ് ചെയ്യാൻ നോക്കുന്നില്ല. ഇനിയൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് കഴിച്ചാണ്ടല്ലോ ഇതൊക്കെ നമ്മളെ പാത്തുമ്മ പറയുന്ന റെസിപ്പി. ഞാൻ സാധാരണ ഈ പുഡിങ്ങൊന്നും ട്രൈ ചെയ്യാറില്ല. പക്ഷേ അതവിടെ ഉണ്ടാക്കിയിട്ട് എൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ കഴിക്കാൻ ഒരു ആഗ്രഹം കൊണ്ട് ഉണ്ടാക്കിയൊക്കെയാണ്. അടിപൊളിയാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തതാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ. ഐസൊന്നും നല്ല ഇഷ്ടമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.